ഒരു കൂട്ടുകാരനെ പരിചയപ്പെട്ടത്. അവൻ വഴിയാണ് ഞാൻ കലാഭവനിലെത്തിയത്. അങ്ങനെയാണ് കലാഭവനിലെത്തിയത് അല്ലേ? അതിന്റെ പ്രസിഡന്റ് ആയിരുന്നു മണിച്ചേട്ടൻ. ആണല്ലേ? ഇപ്പൊ നാദർശയാണ് പ്രസിഡന്റ്. നാദർശയാണ്. ഓവർബ്രിഡ്ജ് വരുന്നതിനെന്തോ എതിരെ മണിച്ചേട്ടൻ അവിടുത്തെ സമരത്തിൽ പന്തലിങ്ങനെ നിന്നെ എനിക്കറിയാടാ. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ കാണാറുണ്ട് കോമഡിന്റെ പരിപാടി, ഞാൻ അത്രയും കാണുന്നുണ്ട്. ആണല്ലേ? സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് ചെയ്യുന്നതും കൊല്ലം സുധീന്റെ പേരിലാണ്. അതാണ് കൊല്ലം സുധീന്റെ പിന്നെ ഡയലോഗുകൾ എഴുതിയ കഴിയാന്നല്ലേ ഇത്? സുധിക്കൊക്കെ ഇഷ്ടംപോലെ ഡയലോഗുകൾ. പിന്നെ ഞാന് സുധിയായിട്ട് സ്റ്റാർ മാജിക്കിലല്ല, കൊച്ചിൻ ഗിന്നസിൽ നമ്മൾ ഒന്നിച്ച് കുറെ വർഷം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ തൊട്ട് ഓരോ കഥകൾ പറയും, കരച്ചിലും ഭയങ്കര ഒരു നോർമൽ മൈൻഡ് അവന്. അല്ല അപ്പുറത്തെ ദിനേശൻ കഞ്ചാവ് മേടിച്ചു, രാസലി മേടിച്ചു പറഞ്ഞാൽ ആരും മൈൻഡ്. സത്യം ലാലാട്ടടക്കം നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്തല്ലോ ബഡായി ബംഗ്ലാവില്, നമ്മൾ പറഞ്ഞു കൊടുത്തു. ആണല്ലേ? ഞാൻ പിഷാന്റിനെ വിളിച്ചാലോ നല്ല അടുത്ത വർക്കിന് പിഷാന്റിനെ അതിന് മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ജീവിക്കണ്ടേ, വർക്ക് വേണ്ടേ? അതെ അതെ. ഇന്ന് എന്തായാലും എനിക്ക് ലീവാണ്, എൻ്റെ പണിയിൽ നിന്ന് ലീവ്. അപ്പം ദുഃഖവെള്ളിയാണ്. അപ്പം ഞാനിന്ന് കാണാൻ പോകുന്നത് നമ്മളെ ഗിന്നസ് മുരളി എന്ന് പറയും. അപ്പോൾ നമ്മളെ ബഡായി ബംഗ്ലാവും അതേപോലെ തന്നെ ഏഷ്യാനെറ്റിൻ്റെയും കലാഭവൻ മുരളി എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പം ഗിന്നസ് ആയി ആ ഒരു ട്രൂപ്പ്, അദ്ദേഹത്തിനെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്, നമ്മളൊരു റിലേഷൻ കൂടിയാണ്, അതുകൊണ്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഉണ്ട്, എറണാകുളത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ പല എഴുത്തുകളായിട്ടും പിന്നെ ബഡായി ബംഗ്ലാവിൻ്റെ എല്ലാം എന്താണ് കേന്ദ്രം എന്ന് പറയണം അദ്ദേഹത്തിന് കാണാനാണ് പോകുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. സ്റ്റാർട്ടാക്കുന്ന ഞാനിന്ന് ഉള്ളത് നമ്മുടെ സ്വന്തം മാത്തിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്, കണ്ണൂർ ജില്ലയിൽ. അപ്പോൾ നമുക്ക് നമ്മുടെ ഗിന്നസ് മുരളീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. മലയാള സിനിമയിലും അതേപോലെ തന്നെ കോമഡി ഷോയുടെ രംഗങ്ങളിലും ഉള്ള വ്യക്തിത്വമാണ്. ഹലോ മുരളേട്ടാ, എന്തല്ല? അപ്പം നമ്മളെ മുരളേട്ടൻ കണ്ടു. മുരളേട്ടൻ എന്തെല്ലാമാണ് നമ്മളെ വിശേഷങ്ങൾ? അപ്പം ഇപ്പൊ എന്തിന്റെ പണിപ്പുരയിലാണ്? മാസ്റ്റേഴ്സിന്റെ ആണല്ലേ? ഓക്കെ ഓക്കെ. അപ്പം പല ആൾക്കാർക്കും പിന്നെ പല പ്രോഗ്രാമുകൾ കാണുമ്പം അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ കാണാറില്ല. അപ്പം നിങ്ങളെല്ലാവരും കണ്ടൊരു പരിപാടിയായിരിക്കും നമ്മൾ ഏഷ്യാനെറ്റിലെ ബഡായി ബംഗ്ലാവ്. അപ്പോൾ ആ ബഡായി ബംഗ്ലാവിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ഒരു വെറും പ്രവർത്തനമല്ല, അതിൻ്റെ സ്ക്രിപ്റ്റ്. അതായത് പിഷാരടിയും അതേപോലെ തന്നെ മുകേഷും ആര്യ അടക്കമുള്ള ആൾക്കാരുടെ എഴുതി കൊടുത്ത സാധനങ്ങളാണ്. അതുകൂടാണ്ട് പിന്നെ കൊച്ചിൻ കലാഭവൻ 5 വർഷം ലൈഫ് ടൈം മെമ്പറാണ്. അത് എന്താണ് അങ്ങനെ കിട്ടാനുള്ളൊരു കാരണം? എല്ലാവർക്കും ആ രീതിയിൽ കിട്ടുമോ? ആണല്ലേ? എസ് പ്രസാദ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോമഡിന്റെ എന്താ പറയുക തമ്പുരാൻ എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിന്. പ്രസാദ് പ്രസാദിന്റെ കൂടെ ഞാൻ 13 വർഷം കൊച്ചിൻ ഗിന്നസ് ട്രൂപ്പിലും വർക്ക് ചെയ്തിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ ഈ ബഡായി ബംഗ്ലാവ് എഴുതാൻ എൻ്റെ കൂടെ കലാഭവൻ മധു ഞാനും കൂടി എഴുതിയത്. അതിന് മുമ്പ് എഴുതിയിരുന്ന കലാഭവൻ മധു, ബിപിൻ ജോർജ്, സുനീഷ് വാരനാട്. ഈ 3 പേരായിരുന്നു. ബിപിൻ ജോർജ് അവിടെ നിന്ന് സുനീഷ് വാരനാട് പോകുമ്പോഴാണ് ഞാൻ ബഡായി ബംഗ്ലാവിലേക്ക് വരുന്നത് അല്ലേ? ഞാൻ വന്നിട്ട് പിന്നെ ഒരു 3 വർഷം കൂടി 4 വർഷം കൂടി ബഡായി ബംഗ്ലാവ് ഉണ്ടായിരുന്നു. പിന്നെ ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ സ്റ്റാർട്ട് ആണല്ലേ? ഓക്കെ ഓക്കെ. വേറെ നമുക്കിപ്പം നമ്മളെ പ്രേക്ഷകർക്കുള്ളൊരു സംശയം ഉണ്ടാവും. കാരണം പറഞ്ഞാൽ ഈ ഒരു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഇത്രയും മനോഹരമായിട്ട്? എന്നാൽ നിങ്ങളെ ഒരു മൈൻഡ് സെറ്റ് എന്നാണ് ഇതിന്? അതായത് ആ ഒരു സംഭവം, അതായത് ഇപ്പോൾ മുകേഷ് ആണെങ്കിലും അതേപോലെ തന്നെ പിഷാരടീനെ പോലെയുള്ള ആൾക്കാരാണെങ്കിലും കറക്റ്റ് 5 ഡയലോഗുകൾ പറയുന്നതും അത് അവരേത് മാത്രമാണോ, അല്ല നിങ്ങൾ സ്ക്രിപ്റ്റഡ് ആണോ? അത് വെളിപ്പെടുത്താൻ പറ്റുമോ? അത് കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ പണിയെടുത്ത് പൈസ മേടിച്ച പരിപാടിയാണ്. അപ്പൊ അത് വെളിപ്പെടുത്തുന്നത് കുഴപ്പമൊന്നുമില്ല. ശരിക്കും മുകേഷ് ഏട്ടൻ പിഷാടിയുടെ ഒരു ടാലന്റ് വേറെ ഉണ്ട്. നമ്മളാ ഫസ്റ്റ് ടോക്ക് തന്നെ അവരെ കുറെ സാധനങ്ങൾ വരും. ആ ടോക്കിൽ അവരുടേതായിട്ടുള്ള സാധനങ്ങൾ പിന്നെയാണ് നമ്മൾ എഴുതി കൊടുക്കുന്ന സാധനങ്ങൾ വരുന്നത്. മനോജ് അമ്മ എല്ലാവർക്കും ആയിരിക്കും നമ്മൾ സ്ക്രിപ്റ്റ് കൊടുക്കും. ഈ സ്ക്രിപ്റ്റ് എഴുതി തലേദിവസം പഠിക്കാൻ കൊടുക്കും എല്ലാവർക്കും. അത് പഠിച്ചിട്ട് പിന്നെ അവരെ കയ്യിൽ നിന്നാണ്. അത് പഠിച്ചിട്ട് അവര് കറക്റ്റ്
കറക്റ്റ് ആയിട്ട് പറയും. ഓക്കെ ഓക്കെ. മനോജൊക്കെ നമ്മൾ കൊടുക്കുന്നതിന്റെ മുകളിൽ തരുന്ന ആളാ പ്രസീത അമ്മായി. അതുപോലെ ആര്യ എല്ലാവരും കേട്ടോ നമ്മൾ കൊടുക്കുന്നതിന്റെ മുകളിലാണ് അവരെ പെർഫോമൻസ്. അപ്പോഴാണ് ആ സ്ക്രിപ്റ്റ് വിജയിക്കുന്നത്. നമ്മളൊറ്റ കഴിവുകൊണ്ട് മാത്രമല്ല നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കണം, പിന്നെ തമാശകൾ വേണം. അതാണ് ഏറ്റവും വലിയ പണിയെ. വെറുതെ അല്ല, ഈ തമാശകളെല്ലാം നിങ്ങൾ എഴുതുന്നതാണ് നമ്മളെ ഈ ജനങ്ങൾ കാണുന്നത് അല്ലെ, അങ്ങനത്തെ ഒരു സംഭവം. പക്ഷെ അത് ആ കണ്ടാൽ അത് സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നൂല. അതാണ് ആ പ്രോഗ്രാമിന്റെ വിജയം. അതാണ് നമുക്കിപ്പോ അല്ലെ, നമ്മളിപ്പോ ഒരു പരിപാടി കാണുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ മനസ്സിൽ നിന്ന് വരുന്ന കൗണ്ടറുകളും മറ്റു സംഭവങ്ങളെല്ലാം ആയിട്ട് ആ രീതിയിലാണ് നമുക്ക് തോന്നുന്നത്. പല കോമഡി പ്രോഗ്രാമുകളാണെങ്കിലും ഇപ്പൊ സ്റ്റാർ മാജിക്കിൽ നിങ്ങൾ ഉണ്ടായില്ലേ, ഈ ബഡായി ബംഗ്ലാവ് നമ്മളിപ്പോൾ ഒരു ചുരുങ്ങിയ രീതിയിൽ നമ്മൾ ബഡായി ബംഗ്ലാവിനെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റി. അതേ രീതിയിലുള്ള ഒരു വലിയ കോമഡി പ്രോഗ്രാം പല ആൾക്കാരും രക്ഷപ്പെട്ടത്, പല ആൾക്കാരും പോപ്പുലർ ആയിട്ടുള്ള വേറൊരു പരിപാടി കൂടിയാണ് നമ്മളെ സ്റ്റാർ മാജിക്കിലെ അല്ലേ, നമ്മളെ ഫ്ലവേഴ്സിന്റെ ഉണ്ടായിരുന്നു. അതും സ്റ്റാർ മാജിക്കിൽ 6 വർഷത്തോളം സ്റ്റാർ മാജിക്കിന്റെ സ്ക്രിപ്റ്റ് ഇതുപോലെ നിങ്ങൾ എഴുതിയാണ്. ഒന്ന് നോക്കുന്നുണ്ടേ അല്ല, ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ ഇത് ഒരൊറ്റ പേജ് കാണിക്കുന്നില്ലോ, കുറേ പേജുകളുണ്ട്. ഇദ്ദേഹം എഴുതി തുടങ്ങുന്ന സംഭവങ്ങളാണ്. അപ്പം ഇതെന്നാ എനിക്ക് പ്രത്യേകത പറഞ്ഞാൽ ഈ കൈയക്ഷരം തന്നെ ഒരു വെറൈറ്റി ആണല്ലോ. എൻ്റെ അമ്മോ, ഇതൊരു വേറെ റേഞ്ച് കൈയക്ഷരമാണ്. നിങ്ങൾ നോക്കിയൊരു എന്താ പറയേണ്ട, ഒരു മലയാളം ഈ ഒരു ഹിന്ദി ടൈപ്പിൽ പോലെ എഴുതിയ പോലെയാണ്. കാരണം ആ ഒരു എന്തായാലും ഇതാണ് ഈ ഒരു സംഭവം. മലയാളം തന്നെയാണ് എന്തായാലും. പക്ഷെ ഒരു വെറൈറ്റി ഉണ്ട്. എന്താ പറയുക, ഒരാളെ കയ്യക്ഷരത്തിന്റെ ഒരു ഇതല്ലേ. എന്തായാലും ഇത് അധികം കാണിക്കുന്നില്ല. ഇനിയിപ്പം ഈ സംഭവങ്ങൾ ഇതാരും കോപ്പി അടിച്ചു പോവോ. അപ്പൊ ഓക്കെ, ബിനീഷ് അമ്മച്ചി അങ്ങനെ ഇന്നാക്കിലെ ഡയലോഗ്. അപ്പൊ ഈ സംഭവങ്ങളെല്ലാം പഠിച്ചിട്ടാണോ ഈ സ്റ്റാർ മാജിക്കിൽ അടക്കമുള്ള ആൾക്കാർ സംഭവങ്ങൾ പഠിക്കാന്ന് മാത്രമല്ല, കുറെ അവരുടേതായ സംഭവങ്ങൾ വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ക്രിപ്റ്റഡിലേക്ക് വരും. ഈ സ്ക്രിപ്റ്റഡ് ആണെങ്കിലും കൂടി കുറെ സാധനം ഇപ്പൊ നമ്മളെ ഡയറക്ടർ അനൂപ് ജോൺ, പിന്നെ അഖിൽ കവലൂര്, മധു കലവ, നമ്മളൊക്കെ ഇരുന്നിട്ട് ഇന്നേർ കൊടുക്കുന്നുണ്ട് ഇവർക്ക് ആർട്ടിസ്റ്റിക്ക്. ഇന്നേർ വെച്ചാൽ ചെവിയിൽ നമ്മൾ പറയുന്നത് അവരവിടെ കേൾക്കാം, അവർ തിരിച്ചു പറയാം. ഇപ്പുറത്തെ ഒരാൾ പറയുമ്പോൾ അതിന് മറുപടി ചിലപ്പോൾ ഇപ്പുറത്താക്ക് വേറെ കൊടുക്കും. ശരിക്കും അവിടെ ഇത് നടക്കണ പോലെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ബിനു അടിമാലി എല്ലാവർക്കും, അതായത് ഇവൻ ലക്ഷ്മി നക്ഷത്രയുടെ ലക്ഷ്മിക്ക് ഇന്നേർ കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ ആങ്കറിംഗ് ആണ്. ലക്ഷ്മിക്ക് നമ്മളൊരു ഐഡിയ കൊടുക്കും, ഇതാണ് സംഭവം എന്നുള്ളത്. അത് ലക്ഷ്മി ഉണ്ടായിക്കോളും ആണല്ലേ, ആ ഒരു രീതിയിൽ. എങ്ങനെയാണ് പിന്നെ ലക്ഷ്മി നക്ഷത്രയായിട്ടുള്ള അനുഭവങ്ങളിൽ എങ്ങനെയുണ്ട്? നല്ല പാവം ആങ്കറിങ്. അത് ആങ്കറിങ് നമുക്ക് ലക്ഷ്മിക്കൊക്കെ ഭയങ്കര മെമ്മറി പവർ ഉള്ളതുകൊണ്ടേ ഒരു കാര്യം ഇങ്ങനെ ഏകദേശം ഐഡിയ പറഞ്ഞു കൊടുത്താൽ പിന്നെ അത് ബാക്കി അങ്ങ് ചെയ്തോളും. അതാണ് പുള്ളിക്കാരൻ്റെ ഒരു ടാലന്റ് അല്ലേ. അങ്ങനെ കണ്ട ഒരാളാണ് ഞാൻ ദേവി ചന്ദന. ദേവി ചന്ദനൊക്കെ നമ്മളൊരു 10 പേജ് സ്ക്രിപ്റ്റ് കൊടുത്താൽ ദേവി ഒന്നും വായിക്കുള്ളൂ. എന്നിട്ട് അതങ്ങനെ പറയുന്ന ഞാൻ തെറ്റിക്കും. ലക്ഷ്മി എന്നെ ചെയ്തോ, നീ തെറ്റിക്കുന്നോടാ. ലക്ഷ്മി അല്ല, ദേവി ചന്ദന. നീ എഴുതിയിട്ട് നീ തെറ്റിക്കുന്നു. പക്ഷെ നമുക്ക് അത്രയും മെമ്മറി പവർ ഇല്ല. അതൊക്കെ ഭാഗ്യമുണ്ടോ ചിലവർക്ക്. പിഷാരടി ഓരോ സംഭവങ്ങളും ആ ദിവസവും ഡേറ്റും അടക്കം മനസ്സിൽ ആലോചിച്ച് വെക്കുന്ന ആളാണല്ലേ. ഓക്കെ. എനിക്ക് തോന്നുന്നു നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ധർമ്മജൻ അടക്കമുള്ള ആൾക്കാർ ഒരു നല്ല നിലയിൽ എത്താനുള്ള ഒരു കാരണം നമ്മളെ മുരളിയേട്ടൻ തന്നെ ആയിരിക്കും. അല്ല, അത് നിങ്ങൾ അങ്ങനെ പറയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ടാലന്റ് ഉണ്ടാവും. ധർമ്മജന് എത്താൻ കാരണം മെയിൻ ബ്ലഫ് മാസ്റ്റേഴ്സ് പിഷാരടി ധർമ്മനും കൂടെ പരിപാടിയാണ് അവർക്ക് കൊടുത്ത ബ്രേക്ക്. അവിടുന്ന് പടകളിൽ എത്തിക്കപ്പോ അവരിതാണ്. നമ്മളൊക്കെ അതിന്റെ പിറകിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും എഴുതി ആയിന്നുള്ളൂ. അല്ലാണ്ട് ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നമ്മളെ ആൾക്കാർക്ക് സംശയമാണ് ഞാൻ പറഞ്ഞത്. ഇല്ല അല്ലേ. ഓക്കെ. എന്നാലും പിന്നെ എടുത്ത് പറയേണ്ടത്, ഞാൻ പ്രസാദാറിന്റെ കൂടെ ഞാൻ കലാഭവനിൽ വെച്ച് എന്റെ ഒരു ഷോ കണ്ടിട്ടാണ് പ്രസാദാറിന് തന്നെ കോമഡി മ്യൂസിക് പിന്നെ ഞാനിലേക്ക് വിളിക്കുന്നത്. അന്ന് വേറെ കോമഡി ഷോ ഒന്നും അങ്ങനെ ഇല്ല. അതെ, കോമഡി മ്യൂസിക് പിന്നെ അത് ഭയങ്കര ഒരു പരിപാടിയാണ്. നമ്മളെ പിന്നെ നാട്ടിൽ തന്നെ അന്ന് ടെലിവിഷൻ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായല്ലേ. ശരിക്കും സോഷ്യൽ മീഡിയ അത്ര ആക്റ്റീവ് അല്ലാത്തൊരു സമയത്ത് അല്ലേ. അതില് പങ്കെടുക്കാത്ത ഒറ്റ മിമിക്രിക്കാരൊന്നും കേരളത്തിലുണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാവരും ഫേമസ് ആയി. അവസരം അത് മാത്രം ഉണ്ടായിരുന്നു. അപ്പൊ പ്രസാദാറിന്റെ കൂടെ അന്ന് തൊട്ട് ഞാനുണ്ട്. എഴുത്തിലും അതുപോലെ മിസ്റ്റർ ആൻഡ് മിസ്സിസ് പണിക്കറൊക്കെ ഒരുപാട് എപ്പിസോഡ് എഴുതിയ ആളാണ്. സാധാരണ ദേവി ചന്ദനും തമ്മിലുള്ള എപ്പിസോഡ്. അതിനു മുമ്പ് ഷിജു അഞ്ജുനെ, രാജേഷ് പറവൂർ അവരൊക്കെ അത് എഴുതിയിട്ടുണ്ട്. സാജു നവോദിയ. അതിനു മുമ്പ് എഴുതിയ ആളാണ് സലീം മുഹമ്മദ്, അതായത് ആദാമിന്റെ മകൻ അബുവിന്റെ ഡയറക്ടർ. ആ പുള്ളിയൊക്കെ മിസ്സിസ് പണിക്കർ എഴുതിയ ഒരാളാണ്. അവസാന കണ്ടിയായിട്ട് ഞാനും അതിൽ വന്നു പെട്ടത്. 13 വർഷം ഞാൻ കൊച്ചിങ് ഇൻഡസ്ട്രി. പിന്നെ അതിന്റെ സ്കിറ്റും പാരഡികളും ഒക്കെ എഴുതുമായിരുന്നു. പാരഡിയിലൊക്കെ എനിക്ക് ഷിജു അഞ്ജു തന്നെയാണ്. എങ്ങനെയാണ് ഞാൻ എഴുതുന്ന സ്റ്റാൻഡേർഡ് വാക്കായിരിക്കും പാട്ടൊക്കെ എഴുതുന്നത്. ഷിജുവിനോട് സ്റ്റാൻഡേർഡ് വരികൾ വേണ്ട, നമ്മൾ ലോക്കലൈസ് ചെയ്തിരുന്നു. അങ്ങനെയുള്ള അതിന്റെ ഒരു അളവും കാര്യങ്ങളും പഠിപ്പിച്ചത്
അല്ല പണ്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കോമഡി പാട്ടുകളുടെ ഒരു ട്രെൻഡ് ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ അല്ലേ? എന്താ പറയണ്ടേ, കുറെ എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റിയ ഒരു സാധനം ഉണ്ടോ? ഒറ്റ ഒരു പാട്ട്? ഒന്നുമില്ല, ഞാൻ എഴുതിയ ഒരു പാരഡി ആണ്. മറ്റേ ഒരു മൊബൈൽ ഫോൺ, അന്ന് മൊബൈലൊക്കെ ഇറങ്ങി കത്തുന്ന സമയത്ത് അപ്പൊ കൊട്ടാരം വീട്ടിലെ ബാപ്പുട്ടി എന്താ പമ്മിപ്പതിങ്ങി നടക്കുന്നത്, ഒന്നും പറയണ്ട കുട്ടപ്പൻ ചേട്ടാ കാലക്കേടല്ല അതിനെന്തു പറയാ, പെൺമക്കളാണ് 3 മൂന്നിനും കിട്ടി സെൽഫോണ്, 3 3 പേരൊന്നിച്ചു പോയി, കാലം ഇതാണ് സൂക്ഷിച്ചിടണം ഫോണിന്നൊരാവശ്യമാണ്, സൂക്ഷിച്ചില്ലേ ഫോൺ എന്ന സാധനം വലിയൊരു മരണമാകും. അത് കുറേ ഉണ്ട്, ഫുള്ളുണ്ട്. അത് കറക്റ്റാണ്, സൂക്ഷിച്ചില്ലെങ്കിൽ ഈ ഫോൺ ഒരു വലിയ മാരണമാകും. എങ്ങനെ മാരണമായി എന്നുള്ളതാണ് പിന്നെ വരികളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെയുണ്ട്. അല്ല അത് എത്ര കാലമായി അത് രചിച്ചിട്ട്? ഏകദേശം ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഏകദേശം 5 വർഷത്തിന് മുമ്പ് ആണല്ലേ? അപ്പം ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞു ഈ സൂക്ഷിച്ചില്ലെങ്കിൽ ഫോൺ ഒരു മാരണമാകുന്നത്, പല ആൾക്കാർക്കും മാരണമായി മാറുന്ന സാധനമാണ് ഇപ്പൊ ഫോൺ. ബില്ല് അന്നമ്മ ചേച്ചിയുടെ ഫോണിന്റെ ബില്ല് വന്നു, അത് കഴിഞ്ഞിപ്പോ കറണ്ടിന്റെ ബില്ലും വന്നു, ആകെ കൂട്ടിയപ്പോൾ 1 ലക്ഷം. ഓക്കെ, ടോട്ടൽ കാര്യം പോക്കാ, വാട്ടർ സപ്ലൈ ബില്ലൊന്നു വേറെ, വീടിന്റെ ആധാരം പോക്കാ, ബില്ലല്ലേ നെഞ്ചിടിക്കണ ബില്ലല്ലേ, ബില്ലല്ലേ കണ്ണ് തള്ളണ ബില്ലല്ലേ, അതൊക്കെ വിഷ്വലി കോമഡി മ്യൂസിന് വേണ്ടി പാട്ടുകൾ ഇഷ്ടം പോലെ, അങ്ങനത്തെ കുറെ പാട്ടുകൾ. ആ പാട്ടുകൾ നിങ്ങളെ രചിച്ചു കൊടുക്കും ആണല്ലേ? അപ്പൊ പാട്ടുകൾ കൊടുത്തിട്ട് ഷിജു അഞ്ജുമൻ അത് പാടും. അഞ്ജുമൻ അതിൽ കറക്ഷൻസ് ഒക്കെ വേറെ നമ്മളിപ്പം സംശയം ഈ കോമഡി ഷോകൾ അവതരിപ്പിക്കുന്ന സമയത്ത് ഈ അതിന്റെ പിന്നെ താരങ്ങള്, കോമഡി താരങ്ങള് ഈ ഇത്തരം പാട്ടുകൾ പാടാറുണ്ടോ? നിങ്ങളെ പാട്ടുകൾ ഷോ അവതരിപ്പിക്കുമ്പോൾ പലരും പല സ്ഥലത്തും പുട്ടുകച്ചവടത്തിനും ഞാൻ എഴുതിയിരുന്നു. ഓണത്തിന് ഷിജു അഞ്ജുമൻ ശ്രദ്ധിക്കപ്പെട്ടൊരു പ്രോഗ്രാം അല്ലേ? അതിലും സ്ക്രിപ്റ്റ് രാജേഷ് പറവൂര്, പിന്നെ ഞാൻ കോട്ടയം സോമരാജ്, നമ്മൾ കൂടിയിട്ട് 16-17 ഭാഗങ്ങളൊക്കെ എഴുതിയിരുന്നു. ആ പാട്ടൊക്കെ ഇപ്പം പലരും പാടുന്നു. അത് അഞ്ജുമനാണ് മെയിനായിട്ട് പാരഡി എഴുതിയത്, നമ്മൾ കുറച്ച് സപ്പോർട്ടിങ് മാത്രമേ ഉള്ളൂ. സ്ക്രിപ്റ്റായിട്ട് നമ്മൾ നോക്കിയത് അതിപ്പോഴും പലരും പാടിക്കൊണ്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം സകലകലാശാല എന്ന സിനിമന്റെ തിരക്കഥ എഴുതിയപ്പോൾ അതിൽ ഇങ്ങനെ ഡയറക്ടർ വിനോദ് ഗുരുവായൂർ പറഞ്ഞു, കോളേജ് ക്യാമ്പസിൽ നമുക്കൊരു ഒത്തിരി വൈറലായ ഒരു സാധനത്തിന്റെ ഒരു പാരഡി വേണം. അപ്പൊ നമ്മൾ തന്നെ എല്ലാവരും കൂടി ഇരുന്നിട്ടുണ്ടാക്കിയാണ്. മറ്റേ അത് ഭയങ്കര വൈറലായി പോയി. ഏതാണെന്നറിയോ? മറ്റേ സകലകലാശാല സിനിമ, അതിൽ ഒരു ചെറിയ പോർഷൻ ധർമ്മജനെ കൊണ്ട് പാടിക്കാൻ വേണ്ടി പോർഷൻ എടുത്തത് പഞ്ചാര പാലും മിഠായി, പഴയ പാട്ടിന്റെയാണ്. പണ്ടാര കാലം മത്തായി എന്നൊരു സാധനം ഇറങ്ങിയിരുന്നു, വൈറലായിരുന്നു. അത് നമ്മള് പണ്ടാര ഫാദർ മത്തായി, ഉണ്ടക്കണ്ണൻ കൊമ്പള ഹമീജൻ തലയൻ, പണ്ടാര ഫാദർ മത്തായി. അതിന്റെ അടുത്ത വരിയാണ് വൈറലായത്. ലൈനടിച്ചാൽ ഫൈനടിക്കുന്നു, ഫൈനടിച്ചിട്ട് ലൈനടിക്കുന്നു നമ്മൾ പറഞ്ഞു. അത് ധർമ്മജൻ പാടി. ആ സാധനത്തിൽ കയറിപ്പോയി. അതെ അത് നല്ല രീതിയിൽ കയറിപ്പോയതാണ്, എല്ലാരും ശ്രദ്ധിക്കപ്പെട്ടെ. അതെ അത് ഞാന്, വിനോദ് ഗുരുവായൂർ, പിന്നെ നമ്മുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഇരുന്ന് ആണല്ലേ? അപ്പം അതിൻ്റെ പിന്നിലെ അതാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പം കാണുന്ന പല സംഭവങ്ങളും നിങ്ങൾ അട്ടഹസിച്ച് ചിരിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ആരും ഈ ഡബ്ബിങ് പോലെയാണ്. ഡബ്ബിങ് ഇല്ലെങ്കിൽ സിനിമയില്ല എന്ന് പറയുന്ന രീതിയിൽ സംവിധാനം. അതാണ് മെയിൻ. അതെ തീർച്ചയായും ഇത് നിങ്ങളൊരു തൊഴിലാണ് അല്ലേ? നിങ്ങളുടെ തൊഴിൽ ഈ മുരളി ഗിന്നസിന്റെ തൊഴിലാണ് ഈ സ്ക്രിപ്റ്റ് റൈറ്റിംഗ്. തൊഴിൽ ഉപരി എത്തപ്പെട്ടാണ് നിങ്ങളൊരു പാഷന്റെ പുറത്ത്. പിന്നെ അത് തൊഴിലായി മാറി എല്ലാവരും ഉപജീവനം പോലെ. ചെറുപ്പത്തിൽ ഈ കഥ കവിതയൊക്കെ എഴുതും, അങ്ങനത്തെ പരിപാടി, കലാപരമായ ചിത്രരചന, അങ്ങനെ കവിയരങ്ങളൊക്കെ സ്വന്തം കവിതകൾ എഴുതി ആലപിച്ചിട്ടുണ്ട്. കുറെ കവിതകളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ആ സമയത്താണ് എന്നെ ഈ സുനിൽ പി മതിലകം എന്ന് പറഞ്ഞ എന്റെ സുഹൃത്താണ് എനിക്ക് അതിന് കുറെ സപ്പോർട്ട് തന്നത്. മതിലകത്തായിരുന്നു ഞാൻ താമസിച്ചൊക്കെ. കാരണം കണ്ണൂർ ശരിക്കും രാജാസ് ഹൈസ്കൂൾ 10ാം ക്ലാസ് വരെ ഉണ്ടായുള്ളൂ. പിന്നെ എന്റെ മാമന്റെ കൂടെ തൃശ്ശൂരായിരുന്നു താമസം. മാമൻ ഗൾഫിൽ പോണ കാരണം അമ്മ ഒറ്റൊക്കെ ഉണ്ട്. പിന്നെ കോളേജ് പഠിച്ചത് കൊടുങ്ങല്ലൂരാണ്. അപ്പോഴാണ് എന്റെ സുനിൽ പി മതിലകൻ, നിസാർ കാട്ടകത്ത്, രതീഷ് PS, അങ്ങനെ കുറെ സുഹൃത്തുക്കളായിട്ട് ഭയങ്കര എല്ലാവരും ഈ എഴുത്തും കലയായിട്ട് ബന്ധമുള്ളതാണ്. അപ്പൊ നമുക്കതൊരു എന്താ പറയാ ആവേശമായി. അങ്ങനെ ഒരുപാട് അവസരങ്ങൾ എനിക്ക് സുനിൽ പി മതിലകം ഇവരൊക്കെ എനിക്ക് തന്നു. അങ്ങനെ അവിടെ ഒരു സംഘടന, മതിലകം സാഹിത്യ സമിതി, മതിലകം ഗ്രാമവേദി, അപ്പൊ ആ വിശകലനം അതിന്റെയൊക്കെ പത്രാധിപരായിട്ടുണ്ട്, എഡിറ്ററായിട്ടുണ്ട് അവിടുത്തെ. അന്ന് പ്രാദേശിക ന്യൂസ് ആയിരുന്നു. അപ്പൊ അതിൽ നിൽക്കലാണ്. ആ സമയത്താണ് ജയരാജ് വാര്യർ കാരിക്കച്ചർ എന്നൊരു പരിപാടി തുടങ്ങി. അങ്ങനെ ഞാൻ അന്ന് പാട്ടുകാരുടെ ശബ്ദമൊക്കെ അനുസരിച്ച് പാടുമായിരുന്നു, കവികൾ ഇതൊക്കെ. അങ്ങനെ അവിടെ ഒരു മതിലകം മണപ്പുറം സാഹിത്യോത്സവ പരിപാടിയിൽ ആദ്യമായിട്ട് കാഞ്ഞിരത്തറ മുരളീധരൻ അവതരിപ്പിക്കുന്ന ഇത് കാഞ്ഞിരത്തറ മുരളീധരൻ എന്ന് പറയുന്നത് ശരിക്കും ഒറിജിനൽ പേരല്ലേ? എന്റെ പേര് നാട് കണ്ണൂർ കാഞ്ഞിരത്തറയാണ്. ഓക്കെ അപ്പോൾ ആ ഒരു പേരിലാണ് പണ്ട് അറിയപ്പെട്ടത്. പക്ഷെ ഇപ്പം ആണല്ലേ? പക്ഷെ ഇപ്പം
ഗിന്നസ് മുരളി എന്ന് പറഞ്ഞാൽ അതേ മുരളി ഗിന്നസ്. ഈ ഗിന്നസിന്റെ ഇതെന്നാന്ന് എല്ലാവരും പല തെറ്റ് നിങ്ങൾക്ക് ഗിന്നസിന്റെ റെക്കോർഡ് കിട്ടിയോ അങ്ങനത്തെ ഒരു സംശയം. ഗിന്നസ് വേൾഡ് അല്ല, കൊച്ചിൻ ഗിന്നസ്. അതിൽ നമ്മുടെ സ്പെല്ലിംഗിൽ ഒരു സാധനമുണ്ട്, അത് GUINNESS ആണ് ഒറിജിനൽ ഗിന്നസ്. ഇത് GUINNES എന്ന് മാത്രമേ ഉള്ളൂ. ഓ അങ്ങനെ. അപ്പൊ ഇല്ലെങ്കിൽ അവിടുത്തെ പണി വരും. അതെ 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 അതെ. കൊച്ചിൻ ഗിന്നസിലായപ്പോഴാണ് മുരളി ഗിന്നസ് എന്ന് പേരിട്ടത്. മുരളി ഗിന്നസ്. ശരിക്കും മനോജ് ഗിന്നസിന് ശേഷം ആ ഗിന്നസ് ചേർത്ത ഞാനാണ്. പിന്നെയാണ് സുബീഷ് ഗിന്നസ്. ഓക്കെ. അങ്ങനെ ഒരുപാട് പേര് പിന്നെ ഗിന്നസ് വന്നു. ഓക്കെ. ഇത്രയും കാലങ്ങളായിട്ട് നമ്മളെ മാളയിലല്ലേ ഉണ്ടായി? മാളയിലാണ്, മാളയിലടുത്ത് അല്ലെ? ആലുവക്കും മാളക്കും ഇടയിലുള്ള, അതായത് ഈ പിന്നെ നിങ്ങൾ ഈ ഷൂട്ടിങ്ങും അല്ല ഇതുമെല്ലായിട്ട് സ്റ്റുഡിയോയിലായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ടാണോ ആ ഒരു പ്രദേശം ശരിക്കും എനിക്ക് തിരഞ്ഞെടുത്തത്? അല്ല, ഞാൻ അതുകൊണ്ടല്ല തിരഞ്ഞെടുത്തത്. എന്റെ വർക്കും കാര്യങ്ങളൊക്കെ, ഞാനൊരു അലൂമിനിയം അനോഡൈസിംഗ് കമ്പനിയിൽ ജോലി ചെയ്തായിരുന്നു. ആണല്ലേ? അപ്പൊ അച്ഛനും അമ്മയൊക്കെ ഇവിടെ നാട്ടിലാണ്. അപ്പൊ അവരൊക്കെ കൂടെ കൊണ്ടുവന്നിട്ട് ഞാനൊരു വീട് വാടകയ്ക്ക് എടുത്തു അവിടെ നിൽക്കാം. അവിടുത്തെ കമ്പനിയിൽ ജോലിയും പിന്നെ കലാപ്രവർത്തനമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതിനകത്ത് നമ്മുടേതായ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കല്ലേ. അവര് ഞാൻ കൂട്ടി അവിടെയായി. അവിടുന്നാണ് ഈ കണ്ണൂര് മജാക്ക് എന്ന് പറഞ്ഞ ട്രൂപ്പുണ്ട്, മിമിക്സ് ട്രൂപ്പ്. ഞാൻ ആദ്യമായിട്ട് മിമിക്രി കാണുന്നത് മജാക്കിലെ രവിയേട്ടന്റെയും അവരുടെ കൂടെയുള്ള മിമിക്രി ആയിരുന്നു. അപ്പൊ ഞാൻ ഇതുപോലെ അവിടുത്തെ കേരളോത്സവത്തെ കലാപ്രതിഭ ആയപ്പോ ഞാൻ എന്ത് ചെയ്തു, മിമിക്രിക്ക് ഫസ്റ്റ് മുജീബിനായിരുന്നു, എനിക്ക് സെക്കൻഡ്. പിന്നെ ഡാൻസിന് ഫസ്റ്റ് കിട്ടിയ പിള്ളേർ, പാട്ടിന് ഫസ്റ്റ് കിട്ടിയ ഇവരൊക്കെ വെച്ചിട്ട് ഞാനൊരു ട്രൂപ്പ് തുടങ്ങി തൃശ്ശൂർ ബേസ് ചെയ്ത്. അതിന് ഞാൻ പേരുടെ തൃശ്ശൂർ മജാക്ക്. അവിടെ കുറെ പ്രോഗ്രാം ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ എനിക്ക് കലാഭവന്റെ ഒരു ഇൻസ്പിറേഷൻ കയറണം എന്നുള്ളൊരു ഇത് വരുന്നത്. കൊച്ചു കലാഭവൻ ഒരു മിമിക്രിക്കാരി ആഗ്രഹമായിരിക്കും കലാഭവൻ. അങ്ങനെ അവിടെ ഒരു ഹബീബ് എന്ന് പറഞ്ഞ രണ്ട് മുതലത്ത് ഹബീബിക്ക വഴി ഞാൻ കലാഭവനിൽ പഠിക്കുന്ന ഒരു കൂട്ടുകാരനെ പരിചയപ്പെട്ടത്. അവൻ വഴിയാണ് ഞാൻ കലാഭവനിൽ എത്തിയത്. അങ്ങനെയാണ് കലാഭവനിൽ എത്തിയത് അല്ലേ? അവിടുന്ന് കലാഭവനിൽ പഠിക്കാനാണ് ചെന്നത്. എന്നെ പഠിപ്പിച്ച കലാഭവൻ മധു, കലാഭവൻ ബെഞ്ചായിരുന്നു. എന്റെ കൂടെ ബെഞ്ചിലിരുന്ന് അന്ന് പഠിച്ച ആളാണ് ബിബി ജോർജ്. ബിബി ജോർജ് നമ്മളൊക്കെ ഒറ്റ ബെഞ്ചിലായിരുന്നു പഠിച്ചത്. ആണല്ലേ? ഓക്കെ. അപ്പം കലാഭവൻ മണിയെല്ലാം ഉണ്ടാവുമല്ലോ നമ്മുടെ കലാഭവന്റെ പേര് ഇല്ല അല്ലേ? മണിയില്ല. ഞാൻ പോകുമ്പോൾ ജാഫർക്കൊക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ. കലാഭവൻ മണിയായിട്ടുള്ള ഒരു അനുഭവങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ആ ഒരു അനുഭവം പറഞ്ഞുതരാം. വേറെ ഒന്നല്ല, നമ്മുടെ മാന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ട് മിമിക്രിയായിട്ട്. അതിന്റെ പ്രസിഡന്റ് ആയിരുന്നു മണിച്ചേട്ടൻ. ആണല്ലേ? ഇപ്പൊ നാദർഷിയാണ് പ്രസിഡന്റ്. നാദർഷിയാണ് സെക്രട്ടറി ഷാജോൺ. ഓക്കെ. അപ്പം ബാക്കി എല്ലാ ആർട്ടിസ്റ്റും ഉണ്ട്. മണിച്ചേട്ടനെ അനുഭവിച്ച് ഞാൻ മാ തുടങ്ങുന്നതിന് മുമ്പ് ഒരിക്കൽ ഞാൻ മണിച്ചേട്ടൻ ഇന്റർവ്യൂ, അതായത് തൃശ്ശൂർ കേബിളിഷിന് വേണ്ടി മണിച്ചേട്ടൻ ഇന്റർവ്യൂ ചെയ്യാൻ ചാലക്കുടി പോയി. അന്ന് അവിടെ എന്തോ ഈ 4 വരി പാതയല്ല ഓവർബ്രിഡ്ജ് വരുന്നതിന് എന്തോ എതിരെ മണിച്ചേട്ടൻ അവിടുത്തെ സമരത്ത് പന്തലിങ്ങനെ ഇരിക്കും. ഞാനും TC വീട് ആളെ കൂടി ക്യാമറ കയറ്റി പോയി. മണിച്ചേട്ടാ, എന്റെ പേര് മുരളി എന്നാണ്, ഞാൻ ട്രൂപ്പിലെ പെന്നെ നോക്കിട്ട് അവരും വിളിച്ച് നിന്നെ എനിക്കറിയാടാ. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ കാണാറുണ്ട് കോമഡിന്റെ പരിപാടി, ഞാൻ അത്രയും കാണുന്നുണ്ട്. അപ്പൊ പറഞ്ഞു നീ ഇവിടെ വേണ്ട, നീ തിങ്കളാഴ്ച വീട്ടിൽ വരും, നമുക്ക് അവിടെ കാണാം, അടിച്ചുപൊളിക്കാം. അങ്ങനെ എന്നിട്ട് പോയി. പിന്നെ തിങ്കളാഴ്ച പോയി വീട്ടിൽ വെച്ച് ഇന്റർവ്യൂ ചെയ്തു. എങ്ങനെയുണ്ട് ഈ അടിച്ചുപൊളി എന്ന് പറയുമ്പോൾ? എങ്ങനെയായിരുന്നു? ആ പുള്ളിയുടെ ഒരു സ്റ്റൈലാണ്. ആണല്ലേ? ആ ഒരു രീതിയിൽ പറയാം. എല്ലാവരും വളരെ ബഹുമാനം. ഒരു പരിചയമില്ലാത്ത ആളെയും കണ്ടാൽ കെട്ടിപ്പിടിക്കും. അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ വിയോഗം എങ്ങനെ മനസ്സിനെങ്ങനെ പിന്നെ അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അത് അറിയുന്നില്ല എല്ലാവരും. ഏത് രീതിയിൽ മനസ്സിനെ ഇതായി എന്ന് ഒന്നുമില്ല. ഒരു പാവം, അയാളായിട്ട് വ്യക്തിപരമായിട്ട് ഭയങ്കര പേഴ്സണൽ ബന്ധമില്ലെങ്കിലും പുള്ളിയുടെ എല്ലാ ഷോവും എല്ലാ പ്രോഗ്രാമും ഒക്കെ കണ്ടു. പിന്നെ നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റും ആണല്ലേ. അങ്ങനെ ഒരു വല്ലാത്തൊരു ഇത് പുള്ളിയോട് എല്ലാവർക്കും ഉണ്ട്. ഞങ്ങൾക്കുള്ള പോലെ നമുക്കുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഉള്ള അനുഭവം തന്നെ. പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണല്ലോ ഒരു ദിവസം ഹോസ്പിറ്റൽ പോലും കിടന്നു പെട്ടെന്ന് മരിച്ചു കേട്ടപ്പോൾ ഷോക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ അല്ലെ. മണിച്ചേട്ടന്റെ കാര്യം നമ്മൾ പറയുമ്പോൾ എല്ലാവർക്കും ആ ഒരു വിഷമം നമ്മളിൽ ഉണ്ടാവും എന്തായാലും. അതേപോലെ ഈ സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്ന പിന്നെ നമ്മളെ കൊല്ലം സുധി ഇപ്പം ഏറ്റവും കൂടുതൽ പിന്നെ സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് ചെയ്യുന്നതും കൊല്ലം സുധീന്റെ പേരിലാണ്. വൈഫ് അതാണ് അത് എന്തൊക്കെ ചെയ്യുന്നത് അതാണ്. കൊല്ലം സുധീന്റെ പിന്നെ ഡയലോഗുകൾ എഴുതിയ കഴിയാന്നല്ലേ ഇത്? സുധിക്കൊക്കെ ഇഷ്ടംപോലെ ഡയലോഗുകൾ. പിന്നെ ഞാന് സുധിയായിട്ട് സ്റ്റാർ മാജിക്കിലല്ല, കൊച്ചിൻ ഗിന്നസിൽ നമ്മൾ ഒന്നിച്ച് കുറെ വർഷം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ തൊട്ട് ഇവൻ ഓരോ കഥകൾ പറയും, കരച്ചിലും. ഭയങ്കര ഒരു നോർമൽ മൈൻഡ് അവന്. ചെറിയ സാധനം എന്നൊക്കെ അറിയും. ഭയങ്കര ഒരു ഉപകാരം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സുള്ള ആളും കൂടിയാണ്. നമ്മൾ യൂറോപ്യൻ ട്രിപ്പൊക്കെ ഒന്നിച്ച് പോയി ഗൾഫിലൊക്കെ അറിയേണ്ട അമേരിക്ക അങ്ങനത്തെ സ്ഥലങ്ങളിലെവിടെയും മുരളിയേട്ടനും പോയിട്ടുണ്ട് അമേരിക്ക ഈ ഷോയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. KS പ്രസാദേട്ടന്റെ കൂടെ നിന്നുകൊണ്ട് ലോകം മുഴുവൻ ഇറങ്ങി. ഏതെല്ലാം രാജ്യങ്ങൾ? അമേരിക്ക, കാനഡ, സ്വിറ്റ്സർലാൻഡ്, വിയന്ന, റോം, യൂറോപ്യൻ കൺട്രീസ് ഫുള്ള്, ഇറ്റലി, പിന്നെ ഇന്ത്യ ഫുള്ള്, ഗൾഫ് ഫുള്ള് പല പ്രാവശ്യം. സൗദി മാത്രം പോയിട്ടില്ല. സൗദി മാത്രം. അന്നൊന്നും അത്ര സൗദി ഇപ്പൊ ആൾക്കാർ പോയി തുടങ്ങുന്നുണ്ട്. ബാക്കി എല്ലായിടത്തും ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. പ്രസാദേട്ടൻ വഴി
നമുക്ക് കിട്ടിയൊരു ഭാഗ്യം. ഇത് പറയുമ്പോൾ നമുക്ക് എനിക്കൊന്ന് പ്രസാദാട്ടനായിരിക്കുമല്ലേ ഗുരുതുല്യനായിട്ടില്ല. അദ്ദേഹമാണോ ഈ ഒരു സിസ്റ്റത്തിന്റെ നിങ്ങളെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ എഴുതാം എന്ന ആ ഒരു സിസ്റ്റം നിങ്ങൾ എഴുതാൻ പഠിച്ചിട്ടുണ്ടാവല്ലോ. അപ്പൊ ആര് മുഖാന്തരമാണ് ആ ഒരു അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ശരിക്കും സ്ക്രിപ്റ്റ് എങ്ങനെ എഴുതണമെന്ന് എന്നെ പഠിപ്പിച്ചത്. അതെ, ഞാൻ എഴുതും. സിനിമക്ക് സ്ക്രിപ്റ്റ് എഴുതി കൊടുത്ത അഖിലേഷ് എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ്. ഈ പുള്ളിക്ക് അഖിലേഷിന് വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ടൊരു തെമ്മാടിക്കാറ്റൊരു സിനിമ എഴുതുന്നത്. ആണല്ലേ? തെമ്മാടി ഒരു ക്യാമ്പസ് സബ്ജക്റ്റ് ആയിരുന്നു. അത് ഏകദേശം മൂവായി ഇങ്ങനെ സെറ്റപ്പായി ആർട്ടിസ്റ്റുകളൊക്കെ ഫിക്സ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന സമയം കേട്ടോ. ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ഓടി നടക്കാം. ഞാനും അഖിലേഷിനോട് പോകണം. അന്നൊക്കെയാണ് ഞാൻ എറണാകുളം ആദ്യമായിട്ട് കണ്ടത്, വർഷങ്ങൾക്ക് മുമ്പാട്ടോ. അങ്ങനെ നോക്കിയപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ കിട്ടാൻ പണി. കാരണം ആ സമയത്ത് ഒരു 9 ക്യാമ്പസ് സബ്ജക്റ്റ് പടങ്ങൾ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ഇങ്ങനെ നിൽക്കുക, കിട്ടുന്നില്ല, എവിടെയും കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും? പ്രൊഡ്യൂസറൊക്കെ വലിഞ്ഞു തുടങ്ങി. പിന്നെന്ത് ചെയ്യും? വേറൊരു കഥ എഴുതാൻ സമയമില്ല, ഒന്നുമില്ല, ക്യാമ്പസ് അല്ലാണ്ട്. അപ്പോഴാണ് ഗോഡ്മാൻ എന്ന സിനിമ എഴുതി സുരേഷ് പതിശ്ശേരി എന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ട്. ഗോഡ്മാൻ സിനിമ പുള്ളിയുടെ ആണ്. ഈ പുള്ളിയുടെ ഒരു നാടകമുണ്ട്, അച്ഛൻ്റെ പൊന്നുമക്കൾ. അച്ഛന് ഉറങ്ങാത്ത വീടല്ല കേട്ടോ, അച്ഛൻ്റെ പൊന്നുമക്കൾ ഒരുപാട് ഹിറ്റായ നാടകമുണ്ട്. ഈ സുരേഷ് ഏട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി, അത് ഞാൻ സിനിമക്കുള്ള സ്ക്രിപ്റ്റാക്കി വെച്ചിരുന്നു. ഇത് ഞാൻ അഖിലേഷിൻ്റെ അടുത്തും പ്രൊഡ്യൂസറുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ സ്ക്രിപ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ഈ സുരേഷ് പതിശ്ശേരി എഴുതുന്നത് അച്ഛൻ്റെ പൊന്നുമക്കൾ എന്ന സിനിമ വരുന്നത്. അതിൽ ഞാൻ അസിസ്റ്റൻ്റായിട്ട് നിന്നു. പിന്നെ മുരളി ആയിരുന്നു കഥകളി ആശാനായിട്ട്. മുരളിയുടെ 2 മക്കളായിട്ട്, ബുദ്ധിവികാസം ഇല്ലാത്ത 2 കുട്ടികളായിട്ടാണ് നമ്മുടെ എന്താണ് പേര് പറഞ്ഞത്, സുധീഷും പാർവതി എന്ന് പറഞ്ഞ നടിയും വെള്ളി നക്ഷത്രത്തിലെ പാർവതി. ഉഗ്ര പടോട്ടോ തോന്നുന്നു. ഈ പടം റിലീസ് ആകുമ്പോഴാണ് ക്ലാസ്മേറ്റ്സ് എന്ന പടം കത്തി കയറി പോയത്. അങ്ങനെയാണ് ചെറിയ യൂട്യൂബിലുണ്ട്, കണ്ടോക്കി അറിയാം എല്ലാവർക്കും. അതിൽ ലാസ്റ്റ് ഒരു ചെറിയ വേഷം ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ല അങ്ങനെ പല ഇത് ഞാൻ വേറൊരു സംശയം ചോദിക്കുന്ന വെച്ചാൽ പല അവസരങ്ങളും ഉണ്ടെങ്കിലും പക്ഷേ അധികം നമ്മളെ ഈ അകത്ത് നിന്ന് പുറത്തേക്ക് വരാൻ ശ്രമിക്കാറില്ല എന്ന് എൻ്റെ ഒരു സംശയം, ഒരു ഇത്. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അധികം കാണാറില്ല. എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു അങ്ങനെ സമയം കിട്ടാത്തത് കൊണ്ടാണോ? സമയം കിട്ടാണ്ടല്ല, അവസരം കിട്ടാൻ നല്ലൊരു വേഷം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് എന്നാലും എഴുത്തിന്റെ അത്രയും ക്രൈസ് അഭിനയത്തോടില്ല. എനിക്ക് എഴുത്ത് തന്നെയാണ് ഏറ്റവും വലിയൊരു. ആണല്ലേ? ഓക്കെ. അത് ചിലവർക്ക് അങ്ങനെ ആയിരിക്കുമല്ലോ, ഇങ്ങനത്തെ സ്റ്റോറികളും കാര്യങ്ങളും എഴുതുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉന്മാദം ഇതിൽ കിട്ടൂല. അവസരങ്ങൾ ഇപ്പൊ സ്റ്റാർ മാജിക്കിലൊന്നും നമുക്ക് അങ്ങനെ കയറാനുള്ള വകുപ്പില്ല. കാരണം ഒന്നാമത്തെ എഴുതി കഴിഞ്ഞാൽ പിന്നെ സമയമില്ല. ആർട്ടിസ്റ്റിനെ പഠിപ്പിക്കണം, ഓടി നടന്ന് അത് ഇത്. പിന്നെ അവിടെ ഫിക്സഡ് ആർട്ടിസ്റ്റുകൾ ഉണ്ട്. അതിന്റെ ഇടയിൽ നമ്മളൊക്കെ അവിടെ വലിയ വലിയ ആർട്ടിസ്റ്റിൽ ഇരിക്കുകയാണ്. അവരുടെ ഇടയിൽ നമുക്ക് അങ്ങനത്തെ ഒരു സാധനം ഇല്ല, അതിൽ അവിടെ ഇല്ല. അപ്പൊ ഇത് അതിനടുത്ത് പ്രസാദം ചോദിക്കപ്പെടും, നീ എന്താണ് അവിടെ കയറത്തെ, നീ കയറി, നീ കയറണം. അതാണ് പ്രസാദ് അവിടെ ഒരു ഏരിയ ഇല്ല, പ്രസാദ് കണ്ടാറ് നമുക്ക് കയറുമ്പോൾ എന്താ വേണ്ടേ? അത് ഞാൻ പ്രസാദ് പറയും. ഇപ്പൊ ഈ അമൃതയില് ഇപ്പൊ ഇടയ്ക്ക് ഒരു സ്കിറ്റ്, ഞാൻ എടുത്ത സ്കിറ്റിൽ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്യും. അത് ഡയറക്ടറിന് അതോട് കാണാറുണ്ട്. സാറിന് പറഞ്ഞു ഒരു ക്യാരക്ടർ മുരളി ചെയ്യണം. ഭാഗിച്ച് കാണുന്നു. അവരുടെ നല്ലൊരു സപ്പോർട്ട് കിട്ടാറുണ്ടല്ലേ? അല്ല മറ്റേ ഏഷ്യാനെറ്റിലും എല്ലായിടത്തും നമ്മളോട് മറ്റേ ഡയറക്ടേഴ്സ് ആയാലും നല്ല സപ്പോർട്ടിങ് തന്നെ ആയിരുന്നു. അതുപോലത്തെ ഒരു സപ്പോർട്ട് അമൃതയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇപ്പൊ അതാണ് എഴുത്ത് കാര്യങ്ങളൊക്കെ പോകുന്നത്. അല്ലാണ്ട് ചെറിയ എഴുത്തൊക്കെ വേറെ യൂട്യൂബ് ചാനലുകാർക്കൊക്കെ കണ്ടന്റും സാധനങ്ങളൊക്കെ സൈഡിൽ കൂടി അങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ സിനിമയുടെ എഴുത്ത്, ഷോർട്ട് ഫിലിം അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്? ഇപ്പൊ എത്ര ഫിലിം ടോട്ടൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട്? ഞാൻ തെമ്മാടിക്കാറ്റ് എഴുതിയിട്ട് അത് നടന്നില്ല. പിന്നെ എഴുതിയിട്ട് ഞാൻ സകലകലാശാലയാണ്, വിനോദ് ഗുരുവായൂർ ഡയറക്ടർ. ഞാനും ജയരാജ് കൂടെ വിനോദേട്ടന്റെ കഥയാണ്, തിരക്കഥ സംഭാഷണം നമ്മൾ രണ്ടുപേരും. പിന്നെ ഞാൻ ഈ വിനോദ് ഗുരുവായൂരിന്റെ കൂടെ ഒരു 3-4 സബ്ജക്ട് എഴുതിയിട്ടുണ്ട്. ഫുൾ എഴുത്ത് കഴിഞ്ഞാണ് ബാക്കി കാര്യങ്ങളൊക്കെ നടക്കണുള്ളൂ അവിടെ. പിന്നെ ഞാൻ പേഴ്സണലി ഒരു 3 കഥ എഴുതി വെച്ചിട്ടുണ്ട്. അത് കേൾക്കാന്ന് പറഞ്ഞിട്ട് 2-3 പേര് റെഡിയായിട്ടുണ്ട്. അത് കേട്ട് നടന്ന ഒന്നും പറയാൻ പറ്റില്ല. സിനിമയുടെ കാര്യമാണ്, നമ്മൾ പണിയെടുക്കണ്ടേ, നടക്കുന്നവർക്കട്ടെ. എന്തായാലും നടക്കും എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. കാരണം കുറെ വർഷമായി ആണല്ലേ? അപ്പൊ കഥകളുണ്ട് നല്ലൊരു വർഷങ്ങളായി. ആണല്ലേ? അല്ല എന്നാലും നടക്കും ഇങ്ങനത്തെ ഒരു നടക്കണം. എന്തായാലും ഒരു നല്ല ഒരു മുരളി ഗിന്നസിന്റെ ഒരു നല്ല ഒരു സിനിമ, നല്ലൊരു ഹിറ്റ് അടിക്കാൻ പോകുന്ന ഒരു സിനിമ നമ്മുടെ നാട്ടിൽ വരുമെന്നുള്ളതിനൊരു സംശയം വേണ്ട. എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് ഈ വേറെ അഭിനയിക്കണമെന്നൊന്നുമില്ല. നമ്മൾ നല്ലൊരു കഥ, നല്ലൊരു വിഷയം, അതായത് ഇപ്പോഴത്തെ ട്രെൻഡിന് പറ്റിയ കഥകൾ എൻ്റെ കയ്യിലുണ്ട്. അതെ പക്ക ഹ്യൂമർ ആയിട്ടുള്ളതുണ്ട്, കുറ്റാന്വേഷണ ബേസ് ചെയ്തിട്ടുണ്ട്. 3 സബ്ജക്ട് ഓൾറെഡി എൻ്റെ കയ്യിൽ ഇപ്പോൾ ഓക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഉണ്ടല്ലേ? ഇനി പലയിടത്തോട് കേൾപ്പിക്കണം. ഒരു കാര്യമാണ് പറയട്ടെ, മിമിക്രി ആർട്ടിസ്റ്റ് ഞാൻ ആവുന്നതിന് മുമ്പ് ആയ ആൾക്കാരാണ് എൻ്റെ അമ്മ. അമ്മയാണ് ശരിക്കും അമ്മയെന്നായിരിക്കും ഇത് കിട്ടിയത്. കാരണം എന്താ, അമ്മ ഓരോ കുടുംബത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ എന്നിട്ട് ഓളെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ ഓളെ സൗണ്ടിൽ ഓളെ ആക്ഷൻ മാനറിസം എന്ന് പറഞ്ഞിട്ട് അമ്മ അതുപോലെ കാണിക്കും. കറക്റ്റ് അവരെ നമ്മൾ ഫീൽ ചെയ്യും. അതെന്റെ പെങ്ങന്മാർക്കുണ്ട് ആ സാധനം. അതെ. പിന്നെ അച്ഛൻ അത്യാവശ്യം
പാരഡിയൊക്കെ എഴുതുമായിരുന്നു അന്ന് രാഷ്ട്രീയ. അച്ഛൻ കോൺഗ്രസിന്റെ ചെറുക്കൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പൊ അച്ഛൻ പ്രവർത്തനത്തിനൊക്കെ പോകും, അച്ഛൻ പാരഡി എഴുതി അച്ഛൻ തന്നെ പാടും. അങ്ങനെ എനിക്ക് സ്കൂളിൽ പാടാൻ ദേശഭക്തിയാണൊക്കെ അച്ഛൻ. അതുകൊണ്ട് അതിന്നൊക്കെ ആയിരിക്കാം എനിക്ക് മിമിക്രിയും ഈ എഴുത്തും കിട്ടിയെന്ന് തന്നെ എൻ്റെ വിശ്വാസം. അങ്ങനെയാണ് ശരിക്കും. അമ്മയെ കുറിച്ച് പറയുമ്പോൾ മുരളിയേട്ടൻ പല സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, വളരെ അമ്മയെക്കുറിച്ചുള്ള ഇടയ്ക്കിടയ്ക്കുള്ള ഓർമ്മകൾ മനസ്സിൽ ഇന്നും അല്ലേ വരാറുണ്ട്. കാരണം അമ്മ എന്ന് പറഞ്ഞാൽ എനിക്കെല്ലാം എൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയാണ്. അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ അമ്മ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ജോലി ആവശ്യമായി നടക്കുന്ന സമയത്ത് പോലും അമ്മ കല്ലുമണ്ണിന് നോക്കുമായിരുന്നു ഇവിടെ. അച്ഛന് ദിനേശ് വീട്ടിലായിരുന്നു പിന്നെ. അത്രയും വല്ലാത്തൊരവസ്ഥയായിരുന്നു. അവസാനം അമ്മക്ക് അമ്മനെ വീട്ടിലിരുത്തി നോക്കാന്നൊരവസ്ഥ വന്നപ്പോൾ അമ്മക്ക് അസുഖമായി, അച്ഛൻ അസുഖമായി, രണ്ടുപേരും പോയി. അതാ എൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ ടെൻഷൻ. അവരൊന്ന് മര്യാദക്ക് സന്തോഷത്തോടെ ഒന്ന് അവിടെ ഇവിടെ കൊണ്ടുപോകാനോ ഒരു നല്ല ഭക്ഷണങ്ങൾ കുറച്ച് കഴിച്ചു, പക്ഷെ അങ്ങനെ ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ല. അത് ഒരു ഭയങ്കര ഒരു വിഷമായിട്ടാണ്. പിന്നെ നമ്മൾ ഇതൊക്കെ ദൈവത്തിന്റെ കയ്യിലല്ലേ, നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെയൊക്കെ ദൈവത്തിന്റെ കയ്യിൽ അത്രേ ഉള്ളൂ. ഓക്കെ. ഇപ്പോൾ പല എന്താ പറയുക സിനിമാ മേഖലയിലും ഈ പിന്നെ നിങ്ങളുടെ റിയാലിറ്റി ഷോ മേഖലകളിലും ലഹരി പിടിമുറുക്കിയിട്ടുണ്ട്. ഇപ്പം തന്നെ നമ്മൾ ശ്രീകണ്ഠൻ നായർ ലൈവ് ഷോയിൽ നമ്മൾ കണ്ടു. അപ്പോൾ അതുകൊണ്ട് അതുണ്ടെങ്കിലേ ഇത്തരത്തിൽ എഴുതാൻ പറ്റൂ അല്ലെങ്കിൽ അഭിനയിക്കാൻ പറ്റൂ എന്ന് ഉണ്ടോ ഇന്നത്തെ പുതുതലമുറയോട് മുരളി ഗിന്നസിന് പറയാനുള്ള ഒരു കാര്യം? ഞാൻ പറഞ്ഞ ലഹരി ചെയ്യുന്നത് നമ്മളല്ല. ഞാൻ പറഞ്ഞു ഒരാൾ അല്ലെങ്കിൽ ഒരു കള്ളു കുടിച്ചിട്ടോ എഴുതുന്നത് അയാളല്ല എഴുതുന്നത്, അയാളെ കഴിവല്ല അത്. അയാൾ പച്ച മനുഷ്യനായിട്ട് എഴുതുന്നതാണ് സാധനം. പിന്നെ പറയണാക്കട്ടെ ചിലവർ കഞ്ചാവ് അടിച്ചാലോ കള്ളു കുടിച്ചാലോ ഒക്കെ ഭയങ്കര ഭാവന എഴുതി, എനിക്കറിയില്ല. അങ്ങനെ പറയണൊക്കെ പണ്ടത്തെ കഞ്ചാവ് അടിച്ചിട്ട് എഴുതിയാൽ ഭയങ്കര മൈൻഡ് ഇത് വരുന്നൊക്കെ എനിക്കതൊന്നും വിശ്വാസമില്ല, എനിക്കറിയില്ല ഭാവന വരുമെന്നൊന്നും. അതെ അത്തരത്തിലെ അല്ലേ നമ്മൾ സമൂഹത്തിൽ തുടച്ചു നീക്കേണ്ട പല സംഭവങ്ങളും പിന്നെ ഇന്ന് സിനിമാ മേഖലയെ പിടിമുറുക്കിയിട്ടുണ്ട്. ഇത് സിനിമാ മേഖലയിൽ മാത്രമല്ലാന്നേ, സിനിമാ മേഖല ഇത്രയും ഒരു പവർഫുൾ അല്ലെങ്കിൽ ഒരു എന്താ പറയുക സെലിബ്രിറ്റി ഏരിയ ആയതുകൊണ്ട് മാത്രമാണ് എല്ലാവരും സിനിമാ മേഖല എന്ന് പറയുന്നത്. ഇത് എല്ലാ ഏരിയയിലുണ്ട്. അപ്പുറപ്പുറമുള്ള വീട്ടിലുള്ള അല്ലെങ്കിൽ ജോലിക്കാരെ നോക്കുക അവരുണ്ടാവും. ഇപ്പൊ IT മേഖലയിലും എല്ലാ സംഭവത്തിലും ഇപ്പൊ ഉണ്ട്. എന്തായാലും പൊതുസമൂഹത്തിലുള്ള ഒരു സംഭവം. അതെ സിനിമാ മേഖലയിലാകുമ്പോൾ കുറച്ചും കൂടി അത് പോപ്പുലർ ആയിട്ട് എല്ലാവരും വൈറലാക്കും ആൾക്കാർ, ന്യൂസുകാർക്കും എല്ലാവർക്കും ഇതെല്ലാം ഏറ്റവും കൂടുതൽ വേണ്ടത്. അല്ലെങ്കിൽ അപ്പുറത്തെ കരുണൻ അല്ല അപ്പുറത്തെ ദിനേശൻ കഞ്ചാവ് അടിച്ചു അസലി ഉപയോഗിച്ചു പറഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യില്ല. സത്യമാണ്. അപ്പൊ നമുക്ക് സെലിബ്രിറ്റി ആയിട്ടില്ല അല്ലെങ്കിൽ ഒരു മന്ത്രി ഉപയോഗിച്ചു എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വാർത്തയായി. അതാണ് അതിന്റെ ഇത്. പക്ഷെ അവര് അടിക്കുന്നതാണെങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കണം, ആൾക്കാർക്ക് പബ്ലിക് ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാവരുത്. അവരെന്തോ ആയിക്കോട്ടെ, അവരെന്താണ് പറയുന്നത്, അവരെന്തോ ആയിക്കോട്ടെ, പക്ഷെ പബ്ലിക്കിൽ വരുമ്പോഴാണ് ഈ വിഷയങ്ങൾ വരുന്നത്. ആരായാലും പ്രതികരിക്കും. അങ്ങനെയുള്ള ഓരോ നടിമാരൊക്കെ ഇപ്പൊ പ്രതിഷേധിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ അതൊക്കെ അപ്പം പ്രതികരിക്കണമെന്നേ. അന്നേരം പ്രതികരിക്കണം. പല ആൾക്കാരും പിന്നെ ഇതേപോലെ പിന്നെ നമ്മളെ ദുരുപയോഗം ചെയ്തു എന്നിട്ട് ആ സമയത്ത് പ്രതികരിക്കാണ്ട് മാസങ്ങൾ കഴിഞ്ഞ് അല്ല വർഷങ്ങൾ കഴിഞ്ഞ് പ്രതികരിച്ച് പിന്നെ ഇതാവാൻ നോക്കുന്നുണ്ട് അല്ലേ. അതും ഒരു ശരിയായ ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതെ എന്തായാലും പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട്? പല ആൾക്കാർക്കും അറിയില്ല. ഞാൻ എൻ്റെ ഭാര്യ സുപ്രിയ, എൻ്റെ മോള്. മക്കൾ എത്ര ആൾക്കാർ? അവൾ 6ാം ക്ലാസ്, അടുത്ത വർഷം തൊട്ട് 7. ഒരു മോളല്ലേ അല്ലേ? ഒരു മകളാന്നുള്ളത്. ശ്രീപാർവതി പേരിടാൻ കാരണം എൻ്റെ അമ്മമ്മയുടെ പേരും പാർവതിയായിരുന്നു, അച്ഛമ്മയുടെ പേരും പാർവതിയായിരുന്നു. ആണല്ലേ? അതുകൊണ്ട് എൻ്റെ മോൾക്ക് ശ്രീപാർവതി കിട്ടും. ഓക്കെ. അതെ. അപ്പം നിലവിലിപ്പം എത്ര പിന്നെ സംഭവങ്ങൾ എഴുതുന്നുണ്ട് ഇപ്പം? അമൃത ടിവിക്ക് വേണ്ടി മാത്രം? അമൃത ടിവിക്ക് വേണ്ടിയാണ് ചാനൽ എഴുതുന്നത്. പിന്നെ അല്ലാണ്ട് ഈ യൂട്യൂബേഴ്സിന് വേണ്ടിയും അതുപോലെ വെബ് സീരീസിന് വേണ്ടിയൊക്കെ സൈഡിൽ കൂടി അങ്ങനെ എഴുതും അല്ലേ? ഒരു ഭാര്യക്കും ഭർത്താവും ചെയ്യുന്ന അവർക്ക് വേണ്ടിയുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, നമുക്കിപ്പോൾ ഒരു കണ്ടന്റ് ഇല്ലെങ്കിൽ ആ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. കാരണം പറഞ്ഞാൽ ആ കണ്ടന്റ് നിങ്ങൾ എഴുതി തയ്യാറാക്കി കൊടുക്കും. ഞാൻ വാട്സപ്പ് ചെയ്യും. പൈസ അല്ലല്ല, അതിന്റെ ഒരു എമൗണ്ട് നിങ്ങൾക്ക് തരുമല്ലോ അല്ലേ? ജീവിക്കാൻ വേണ്ടി ചെയ്തല്ലേ. അതായത് ഇപ്പം ഞാൻ പറയാം പല യൂട്യൂബേഴ്സ് ചെയ്യുന്നത് പോലെ സ്ക്രിപ്റ്റഡ് ആയിട്ടില്ലേ അത്തരത്തിലുള്ള സംഭവങ്ങൾ. അപ്പം ഞാൻ ചോദിക്കുന്നത് ഇത് ഇത്രയും മാത്രം സംഭവങ്ങൾ ഇത് കഴിയൂലേ? അപ്പോൾ പലതും വെറൈറ്റി എഴുതണ്ടേ? എങ്ങനെ പിന്നെ കഴിയുന്നു എന്നാണ് അതിൻ്റെ ഒരു ചിലത് പെട്ടെന്ന് ആവും. ചില വിഷയങ്ങൾ നമ്മൾ ആലോചിച്ചിട്ട് എവിടെയെങ്കിലും മുട്ടുമ്പോൾ നമ്മളെന്താ പറയാ ഒന്ന് വഴിതിരിച്ചു വിട്ടാൽ വീണ്ടും വേറെ റൂട്ടിലോട്ട് പോകും. ഓക്കെ അങ്ങനെയൊക്കെ പിടിക്കാൻ പറ്റും. ചിലപ്പോൾ എഴുതിയിട്ട് കീറി കളഞ്ഞിട്ട് എത്ര പ്രാവശ്യം ചുരുത്തി എറിയും, ശരിയാവുന്നില്ല, നമുക്കൊരു തൃപ്തി വരില്ല. അപ്പോൾ അതുവരെ നമ്മൾ എഴുത്ത് തന്നെ ഒരേ എഴുത്ത് തന്നെ. ജീവിതത്തിൽ എത്ര പെണ്ണ് ഉപയോഗിച്ചിട്ടുണ്ടാവും? പെണ്ണ് മേടിച്ചിട്ട് ഏകദേശം എത്ര പൈസന്റെ പെണ്ണ് മേടിച്ചിട്ടുണ്ടാവും? പേപ്പറല്ല, ഒരു പെണ്ണ് മാത്രം എടുക്കാം. പേപ്പർ ഞാനിപ്പം ഈ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു ബണ്ടിൽ പേപ്പർ
ഒരു 3 ആഴ്ച മുമ്പ് ഒരു വലിയ ബണ്ടൽ പേപ്പർ സുപ്രീം മേടിച്ചു കൊടുക്കും. നല്ല A4 ഷീറ്റിൽ തന്നെ എഴുതല്. അപ്പോൾ ഇന്നലെ അവളൊരു ബണ്ടൽ മേടിക്കുമ്പോൾ അവിടുത്തെ വർഷ എന്ന് പറഞ്ഞ പെൺകുട്ടി നമ്മുടെ റിലേഷൻ വർഷം വെച്ച് അന്ന് കഴിഞ്ഞാൽ കൊണ്ടുപോയത് കഴിഞ്ഞു. അപ്പോൾ സുപ്രീം അത് കഴിഞ്ഞു ഇത്രയും പേപ്പർ വന്നു. അത്രയും ചിന്തിച്ചിട്ടില്ല. ഇവള് പറയുമ്പോൾ ഞാനേ വെച്ചത് അത് കഴിഞ്ഞു. അപ്പോൾ അത്രയും കാര്യങ്ങൾ ചിലവുകളുണ്ട്. തല പുകയുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം അല്ലേ? അതാണ് ഞാൻ ചിന്തിക്കുന്നത്. പറയാണ്ടേ ഈ കരിങ്കല്ല് പണി എടുത്ത് വന്നാൽ അവസ്ഥ, മറ്റേ കൂലിപ്പണിക്ക് പെയിന്റ് എല്ലാവരും അവസ്ഥ, അതുപോലെ അവസ്ഥ, നമ്മളെപ്പോലെ പാചകം ചെയ്ത് വന്നവർക്ക് അവസ്ഥ ഇതിനുണ്ട്. പറയുമ്പോൾ എല്ലാവർക്കും പറയാ അദ്ദേഹത്തിന് വീട്ടിൽ തന്നെ അല്ലെങ്കിൽ AC റൂമിൽ ഇരുന്നിട്ടുള്ള പരിപാടിയാണ് എന്ന്. ഒരിക്കലല്ല, തല വരുത്തിട്ട് ഇതിന് ശരീരമല്ല, തല വരുത്തിട്ട് നമുക്ക് തലയാണ്, മൈൻഡ് കൊണ്ടുള്ള കളിയാണ്. മൈൻഡ് കൊണ്ടുള്ള കളിയാണ്. ഇപ്പൊ നമ്മുടെ വിനോദ് ഗുരുവായൂർ ഡയറക്ടർ എടുക്കുന്ന നമ്മളിങ്ങനെ ഒന്നിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം പുള്ളിയുടെ ഫ്ലാറ്റിൽ കളമശ്ശേരി എഴുതിക്കൊണ്ടിരിക്കല് ഇതുപോലെ തല വരുത്ത പുള്ളി നമുക്കൊരു ഊട്ടി പോവാം. ഒറ്റപ്പോക്ക് ഒന്ന് മൈൻഡ് റിലാക്സ് ആയിട്ട് ഓക്കെയാണ് അല്ലേ? നമ്മൾ ഈ സ്പ്രിങ് ഇങ്ങനെ ചുരുട്ടി 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 വെക്കലാണ് ചിന്ത. വന്നിട്ട് അതൊന്ന് പോയാൽ അതൊന്ന് റിലാക്സ് ആക്കി വിട്ട് കഴിഞ്ഞാൽ തിരിച്ച് കറക്കുന്നതാണ് ഈ റിലാക്സേഷൻ. തിരിച്ച് കറക്കി കഴിഞ്ഞാൽ ടൈറ്റ് ചെയ്യാം. റിലാക്സ് ചെയ്താൽ മതി. ഓക്കെ അത്രേ ഉള്ളൂ. അതാണ് ഇതിന്റെ കാര്യങ്ങൾ അല്ലേ? അപ്പോൾ ഏറ്റവും എന്താ പറയണ്ടത്, പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച്, അതായത് നിങ്ങൾക്ക് കംഫർട്ടായിട്ട് നിങ്ങൾ ഈ സ്ക്രിപ്റ്റ് കൊടുത്തുമാണ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെല്ലാം പറഞ്ഞു. ശാരദി, അങ്ങനെ എടുത്തു പറയത്തൊക്കെ ആരെങ്കിലും ഉണ്ടോ ഇനി അങ്ങനെ ഒരു വ്യക്തി? ലാലേട്ടനടക്കം നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്തല്ലോ, നമ്മൾ പറഞ്ഞു കൊടുത്തു. ആണല്ലേ? ലാലേട്ടനായിട്ടുള്ള അനുഭവം എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞാൽ ലാലേട്ടൻ ഈ സംഭവം ഇങ്ങനെ ഇട്ട് ഈ സ്ക്രിപ്റ്റ് ഇങ്ങനെ ഈ സാധനം ഇന്ന സാധനം മനോജ് ഒരു ക്യാരക്ടറായിട്ട് വരുന്നു. അപ്പൊ ലാലേട്ടൻ പറയേണ്ടതും മനോജ് വരണൊക്കെ ഉണ്ടാവും. ലാലേട്ടൻ പറയും ലാലേട്ടൻ. അപ്പൊ മനോജ് വന്നിട്ട് എന്നോട് മധു കലാപുരം എല്ലാവരും ഉണ്ട് കേട്ടോ. ഞാൻ ആ സ്ക്രിപ്റ്റ് കേൾപ്പിക്കുന്നത്. ലാലേട്ടൻ ഇങ്ങനെ മനോജ് വന്നിട്ട് പറയും ലാലേട്ടൻ അങ്ങനെ എങ്ങനെയാന്ന് പറയുമ്പോൾ ലാലേട്ടൻ പിന്നെ ഞാൻ മനോജ് എന്നാണോ വിളിക്കേണ്ടത്? ലാലേട്ടൻ മനോജ് തന്നെ വിളിച്ചോ. ഓക്കെ, നിങ്ങൾ പറയുന്ന പേരാണോ അതേ വിളിക്കുന്നത്? അങ്ങനല്ല, ഈ പല ഈ പ്രമുഖരായിട്ടുള്ള ആൾക്കാർ ഇവിടെ വരുമല്ലോ. അപ്പം പിന്നെ നിങ്ങൾ പറയുന്ന ആ പേരാണോ അതും കൂടി? നമ്മള് മനോജ് അതിലൊക്കെ വരുന്ന മനോജ് എന്നുള്ള പേര് തന്നെയാണ്, പക്ഷെ പല ക്യാരക്ടറാണുള്ളൂ. ഒന്നുകിൽ ബില്ല് നോക്കാൻ വരുന്ന ആള്, അല്ലെങ്കിൽ തൂക്കാൻ വരുന്ന ആള്, എല്ലാവർക്കും. പക്ഷെ അയാളെ പേര് മനോജ് എന്നായിരിക്കും, അതിന് മാറ്റൊന്നുമില്ല. ഇങ്ങനെ ക്യാരക്ടർ വന്നപ്പോൾ പുള്ളിക്ക് ഡൗട്ട് അടിച്ചത് ഞാൻ പുള്ളിനെ മനോജ് തന്നെയാണോ വിളിക്കേണ്ടത്? മനസ്സിലായില്ലേ? അങ്ങനെയാണല്ലേ? പക്ഷെ ചില സ്കിറ്റിലൊന്നും അത് പറയാനുള്ളവരുള്ളൂ ആ ഫോർമാറ്റ്. ബാക്കിയെല്ലാം ഓരോ പേരൊക്കെ വരുവായിരുന്നു. ആ പേരിലുള്ള ക്യാരക്ടർ. അപ്പൊ നിലവിൽ ഇപ്പൊ അമൃത ടിവിയിലാണ് ഉള്ളത്. സ്റ്റാർ മാജിക് നിർത്തിയപ്പോ ഞാൻ എന്ത് പറഞ്ഞു, പിഷാരിനെ വിളിച്ചാലോ നല്ല അടുത്ത വർക്കിന്. പിഷാരിനെ അതിന് മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ജീവിക്കണ്ടേ, ചാനൽ വർക്ക് വേണ്ടേ? അപ്പൊ ഞാൻ പിഷാരിനെ വിളിക്കാന്ന് ആലോചിച്ച് നിൽക്കലെയാണ്. എനിക്ക് പിന്നെ ഓറഞ്ച് മീഡിയ എന്നിട്ട് കുറ്റിപ്പുറത്തുള്ളൊരു ടീമിൽ നിന്ന് ഇടവേള റാഫി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് വഴി അവിടെ എഴുതാൻ വിളിച്ചത്. അവർക്കൊരു 10 സ്കിറ്റ് ആദ്യം കൊടുക്കണം. ഞാനത് എഴുതിക്കൊണ്ടിരിക്കില്ല, എനിക്ക് അവിടെ നിന്ന് വിളി വന്നത്. അങ്ങനെ ഇവിടെ ആവശ്യമുണ്ട്, താല്പര്യം. പിന്നെ ഞാൻ സമ്മതിച്ചു. ഇനി ഇത് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും നോക്കും. അതെന്തിനു തയ്യാറാണ്? പിന്നല്ലാണ്ട് ഒരു പ്രശ്നമൊന്നുമില്ല. നമുക്ക് പണിയെടുക്കും. എന്തായാലും വർഷങ്ങളായിട്ട് ഈ ഒരു പണി തന്നെയാണ് ചെയ്യുന്നത്. പണി തീർത്തു കൊടുക്കാനേ ഉള്ളൂ അല്ലേ? കുറേ പണി തീർത്തു കൊടുക്കാനുണ്ട്. അപ്പം പല ആൾക്കാരും പല ഉപജീവന മാർഗവും അതേപോലെ തന്നെ പല പാഷനിലുമാണ് നിൽക്കുന്നത്. അവരോരോ ഹോബികളെന്ന് വേണമെങ്കിൽ പറയാം. യാദൃശികമായിട്ട് ഈ എഴുത്ത് മേഖലയിൽ എത്തിപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. ഇന്ന് അതിൽ വളരെയധികം മികവ് തെളിയിച്ച ഒരാളാണ് നമ്മളെ മുരളി ഗിന്നസ് എന്ന് പറയുന്ന ആൾ. പല ആൾക്കാരും പല പ്രാവശ്യം ടി വിയിൽ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ പിന്നാമ്പുറത്തുള്ള മെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം ഉള്ളത് മാത്തിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്, കണ്ണൂർ ജില്ലയിൽ. ആർക്കും അറിയില്ലായിരിക്കും ഇത്രയും വലിയൊരു താരം നമ്മളെ നാട്ടിലുള്ളതായിട്ട്. നമ്മളെ കണ്ണൂർക്കാരനൊക്കെ അയ്യോ തീർച്ചയായിട്ടും അല്ല, എന്തായാലും നമുക്കത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇത്തരം നിങ്ങൾ എടുത്ത എഫേർട്ടാണ് പല പ്രോഗ്രാമുകളും പല ആൾക്കാരും ഇന്ന് ഹൈ ലെവലിൽ എത്തി നിൽക്കുന്നത്. അത് പറയാണ്ടിരിക്കാൻ കഴിയില്ല. എന്തായാലും അതാണ് മാത്രമല്ല ബാക്കിയൊക്കെ ആർട്ടിസ്റ്റുകളുടെ കഴിവാണ് അല്ലേ? പിന്നെ ഒരു കഴിവില്ലാത്ത നമ്മൾ എത്ര എഴുതി കൊടുത്തിട്ട് കാര്യമില്ല. അവന്റെ പെർഫോമൻസ്, അവന്റെ ബ്രില്യന്റ്, അവന്റെ പ്രകടനം, അത് വെച്ച് കയറി പോകും. എന്തായാലും ഇനി പിന്നെ നമുക്ക് ഇനിയും നമ്മളെ നാടിന് വേണ്ടിയിട്ട് നമ്മളെ പിന്നെ ടെലിവിഷൻ, പിന്നെ യൂട്യൂബ് എല്ലാ മേഖലയ്ക്കും വേണ്ടിയിട്ട് സ്ക്രിപ്റ്റുകൾ കൂടുതൽ എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം നമുക്ക് ഞാനൊറ്റ കാര്യം പറയാം. നമ്മളിപ്പോൾ എല്ലായിടത്തും കാണുന്നതാണ് യൂട്യൂബ് ചാനൽ. പൊട്ടിമുളച്ച് ഞെട്ടച്ചെടുക്കുന്ന ഒട്ടനവധി യൂട്യൂബ് ചാനലുകാർ നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെ ആവാതിരിക്കട്ടെ ആഗ്രഹം. അതെ അങ്ങനെ നമുക്കൊരു മോട്ടിവേഷൻ തന്നിട്ടുണ്ട് ആള്. എന്തായാലും സന്തോഷമുണ്ട്. അദ്ദേഹത്തിനെ കണ്ടു, കുറച്ച് നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റി, കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി, ഇതിൻ്റെ ബാക്കിലുള്ള സംഭവങ്ങൾ അറിയാൻ പറ്റി.
മുരളിയേട്ടൻ്റെ ജീവിതത്തിൽ നടന്ന പല സംഭവങ്ങളെല്ലാം അറിയാൻ പറ്റി. വലിയ സന്തോഷമുണ്ട് കണ്ടതിൽ. അപ്പം നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോയെന്ന്. നല്ല നല്ല രുചികൾ കൊടുക്കുന്ന പാചകക്കാരനാണ്. അതായിരിക്കും കുറേ ആളെ വിചാരം ഞാൻ യൂട്യൂബ് മാത്രമാണ് പാചകക്കാർ പറഞ്ഞാലും ഷെഫാണ് പുള്ളി. നല്ല രുചികളും ആൾക്കാർക്ക് കൊടുക്കണം. അതുപോലെ ഇപ്പൊ നല്ല ഫ്രെയിമുകളും കൊടുത്തോണ്ടിരിക്കണം. അതെ 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 തീർച്ചയായിട്ടും. എന്നാ പിന്നെ ഓക്കെ, ഒരു ശരി. ദൈവമേ, ആരും ചീത്ത പറയുന്നത്. ഗുഡ് ബൈ. ഇനി വീണ്ടും KPG ട്രാവൽ ഷെഫ് എന്ന യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നിങ്ങൾ തരുന്നതാണ് എൻ്റെ സപ്പോർട്ട്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടി നിൽക്കരുത് ആരും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഗുഡ് ബൈ. ഓക്കെ.